our channel. It's me, Ishan Gaming. നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ് ഒരു BR റാങ്ക്ഡ് മാച്ചാണ്. ഇന്നത്തെ വീഡിയോ ആണ്, പക്ഷേ ഞാൻ ഇന്നാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ മാച്ചിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാച്ച് ലോഡാവണുള്ളൂ. മാച്ച് ലോഡായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കളിക്കാം. അപ്പം നേരെ മാച്ച് കാണാം. മോനെ, പിന്നെ ഇത് ഞാൻ ഹീറോയിക്കിൻ്റെ ലോബിയിലാണ് കളിച്ചത് ഞാൻ. അപ്പോൾ സീൻ കളി അത് ഹീറോയിക്ക് കഴിഞ്ഞ വട്ടത്തിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ 13 കില്ലെടുത്ത് അതിനെക്കാട്ടി അപ്പുറം, ഇനി ഇതിനെക്കാട്ടി അപ്പുറം ക്രോസ് ചെയ്യാതെ ഇങ്ങോട്ട് 20 ഫസ്റ്റത്തെ ഒരു ഫ്രണ്ടിൽ ഉണ്ട്. നേരെ അവന് നോക്കിട്ട് 2 പോയതിന് ഓരോരുത്തരും അങ്ങോട്ട് നോക്കിട്ട് അടുത്തവന് നോക്കിട്ടോ പോയി. പിന്നെ നമ്മൾ ഗണ്ണെടുക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. M87 കാണാനുള്ളൂ, വേറെ ഒന്നും കാണാൻ. പിന്നെ നമ്മുടെ ഇടയ്ക്ക് നെറ്റ് പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. ഇടയ്ക്ക് നെറ്റ് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഒരുത്തരെ കണ്ട് സ്പോട്ട് ചെയ്ത് അപ്പോൾ അവൻ ഓടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് പോയിട്ട് ഒന്ന് തോണ്ടി, എന്നിട്ട് നേരെ ഒറ്റ നോക്കിട്ട് അപ്പോഴേക്കിന് അടുത്ത മുമ്പ് വേണ്ടി വരും. അപ്പോൾ അവന് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്താറായി. അപ്പോഴെങ്കിൽ അവിടെ എവിടെയോ ശബ്ദം കേൾക്കുന്നത് എനിവിടെ. നമ്മൾ എനിമി തപ്പി വേണ്ടി പോവാണ്. നമ്മൾ മാഗോറ്റിനെ 94 ആക്കി. ഇതൊക്കെ സീൻസ് ആരുണ്ടായിരുന്നു. നമ്മളീ തോക്കൊക്കെ കളക്ട് ചെയ്ത് നിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അടുത്ത എനിമി എവിടെ പറയണ്ട. അപ്പോൾ സാനിയ എന്താ ശബ്ദം കേട്ടിട്ട് അതിൽ പൊട്ടിക്കാറുണ്ട്. നോക്കിയപ്പോൾ ചേർന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു കത്തിയൊക്കെ പോകും. ഏതോ രൂപ തോന്നും. ഇപ്പം അവനെ അങ്ങോട്ട് അടിച്ചിറക്കി എന്നിട്ട് അവൻ്റെ ലൂട്ടൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീണ്ടും സാനിയോട് ശബ്ദം എവിടെന്നാ നോക്കി ഞാൻ അറിയുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. എന്ത് മാക്കാച്ചത് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് കേൾക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഒരു എബിലിറ്റി അങ്ങ് കിട്ടും. ഈ എബിലിറ്റിയുടെ പേരെന്താവോ എന്തോ. ഈച്ച എബിലിറ്റി. ഒരടി അടിച്ച് 2ാമത്തെ അടിയാ നോക്കിയപ്പോൾ നോക്കായി. അപ്പോൾ അവൻ എന്തോ എന്നെ പൊക്കി. ഞാൻ എന്ത് പൊട്ടത്തര കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ. പിന്നെ ഞാൻ ബെഡടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബെഡടിക്കും പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. നമ്മൾ 1 ടാപ്പ് ചെയ്തൊക്കെ കാണിക്കുന്നത് സെറ്റല്ലേ. ഇനി അടുത്ത എനിമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. തപ്പാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് കട്ട് ചെയ്ത് കളയേണ്ടത് കാര്യം. കാരണം വീഡിയോയിൽ ലെങ്ത് നല്ലോണം കൂടും, അതുകൊണ്ടാണ് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നത്. ഏതൊരുത്തരും വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കണോ. അപ്പോൾ അവൻ രക്ഷപ്പെട്ട് വണ്ടിയിൽ ഓടിക്കും. പക്ഷേ പിന്നെ നിൽക്കേ പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഹാമറൊക്കെ എടുത്തു. എന്തായാലും അറിയാം ചത്തൊക്കെ ചെയ്തതിനും അതൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ അവനവിടെ നോക്കിയിട്ട് നേരെ അവൻ ഫിനിഷ് ചെയ്തു. നാരിയിലായി. എന്നിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുക. ഓടിക്കൊണ്ടേയിരിക്കുക. അടുത്ത എനിമി ജീപ്പിൽ പോയവന് തപ്പാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്.
അപ്പോഴത്തേക്ക് അവനൊന്ന് കാണാനേ ഞാൻ ഡ്രോപ്പ് എടുക്കാൻ പോയി. നമുക്ക് ഷട്ടറിലൊക്കെ എനിമീനെ വിളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോപ്പിൽ നിന്ന് SUD ഒക്കെ കിട്ടി. SUD കിട്ടി. ഇനി അടുത്തത് എന്താ കിട്ടാണ്? അടുത്ത് പിന്നെ ഗ്രോസ അങ്ങോട്ട് കിട്ടി. ഗ്രോസ മോനെ സീനായിരുന്നു. പിന്നെ അടുത്ത എനിമിയിലെ ശബ്ദം കേട്ടിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ കുറച്ച് ന്യൂവാക്ക് നടക്കുന്നുണ്ട്. അന്ന് കാര്യക്കണ്ട നിങ്ങൾ. ഇനി അടുത്ത എനിമിക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുക. എന്തു ചെയ്യാനാ? അപ്പം അതെനിക്ക് സേർലിച്ചിൻ്റെ ഡിമ്മി അപ്പം ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നൈറ്റിലിപ്പോൾ കട്ട കൊന്നത് ഏതാ വൈബ്? ഒന്നിനും വൈബ് ആർക്കും കിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പോവാൻ വിചാരിച്ചപ്പോൾ അടുത്ത എനിമി വരുന്നു. ഏതാ ലാസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയിച്ച് അങ്ങോട്ട് പോയി. എന്തു വിധിയാ? എൻ്റെ ഫ്രണ്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവന് കുറച്ച് ഇമോട്ടൊക്കെ അടിച്ചോണ്ടിട്ടുണ്ട്. എന്നാ പിടിച്ചോ പറഞ്ഞിട്ട്. അപ്പം നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എനിമി അവിടെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ അടുത്ത എനിമി തപ്പി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിലായിട്ട് ഒരു എനിമി കണ്ടു. നമ്മളയച്ച് അവനെ അടിക്കാൻ പോകുന്നു. പക്ഷെ അവൻ നമ്മളെ അടിച്ച് എന്ത് വിധിയാണ്? അപ്പോൾ നമ്മൾ ഒറ്റ അടി പക്ഷെ നടന്നില്ല. അപ്പോഴേക്കും വേറെ ഒരുത്തൻ വരുന്നു കുമ്മാൻ വേണ്ടി. എന്ത് ചെയ്യാനാ? അവനങ്ങോട്ട് നോക്കൊക്കെ കിട്ടും. എന്നിട്ട് ഗ്ലൂ ആയിട്ട് അവനെ ഫിനിഷ് ചെയ്തു. അല്ലെങ്കിൽ AW എന്താ തോന്നുന്നു. പക്ഷെ നമ്മളൊന്നും മൈൻഡാക്കിയില്ല. കില്ലിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുക. അപ്പോഴേക്കും വെച്ചാൽ നമ്മുടെ കില്ല് അങ്ങോട്ട് കുമ്മി. ബംഗാളി എന്ത് വിധിയാ? അപ്പോൾ നമ്മൾ അടുത്ത എനിമിയെ കണ്ടു ഫ്രണ്ടിൽ. അപ്പോൾ അവന് നോക്കിട്ടു. അപ്പുറത്ത് എനിക്ക് നല്ല ഡാമ് കിട്ടി. അപ്പോൾ എനിക്ക് 20 HP കഴിഞ്ഞു. അപ്പം നേരെ ഒരു സൂപ്പർ അടിച്ചിട്ട് നേരെ സെറ്റായിട്ട് അങ്ങോട്ട് പോവാ വിചാരിച്ചു. അപ്പോൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ അവന് വേണ്ടി. അവന് എന്ത് ഓട്ടാണ്? നിൽക്കടാ പറഞ്ഞാൽ നിൽക്കൂല. അമ്മാതിരി ഓട്ടം ഇരിക്കും അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കടാ പറഞ്ഞിട്ട് എനിക്കൊന്ന് ആ സ്കോഡിൽ ഒരാളും കൂടിയുള്ള അത് വരാൻ വന്നു. അതുകൊണ്ടാണ് അത് പൊക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക വന്നു. അപ്പം ഞാൻ വെച്ചെങ്കിൽ ദേഷ്യം കരുത്തതാ. അവനെ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അവൻ ചാവണില്ലേ? സോൺ ഡാമേജ് നല്ല ഉണ്ട്. എന്നിട്ട് അവൻ ചാവണില്ല. എന്താണ്? ഞാൻ വെച്ചെങ്കിൽ എനിക്ക് അവനെ കില്ല് ചെയ്യണം പറഞ്ഞിട്ട് ഓടിക്കൊണ്ടേയിരിക്കുക. മറ്റേ പുതിയ ബീച്ച് അങ്ങോട്ട് എടുത്ത് നേരെ ഒറ്റ അടി. ടീമും കൂടെ വൈപ്പ് ഔട്ട്. ഏതാ വൈബ്? നമ്മൾ ഓടിച്ചാടി കളിക്കണം കളിയെ. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തു ചെയ്യാൻ? എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറക്കരുത്. അത് മസ്റ്റായി ചെയ്യണം. എന്നാലേ നമുക്ക് എന്താ വീഡിയോ ഇടാനുള്ള മൂഡ് വരൂ. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ലൈവ് ഇടാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ. പിന്നെ ആ സമയത്ത് നല്ല റൂം മാച്ചൊക്കെ കളിക്കും. അപ്പോഴത്തേക്കും സേളിൽ ഒരു എനിമി എത്തി നമ്മളെ ടീമേറ്റിനെ അടിക്കില്ല. അപ്പോൾ ഞാൻ തിരിച്ചു ഓടിച്ചു അങ്ങോട്ട്. ഏതാ വൈബ്? നല്ല വൈബ്. പിന്നെ എവിടെ എനിമിയുണ്ട്. പക്ഷെ കാണായി അവന് എവിടെയാ നോക്കിയപ്പോൾ ബാക്കില് നമ്മളെ ചിങ്ങി അവന് ശബ്ദം കേൾക്കുന്നത്. ഇത് കാണായി അവിടെ പോയി വരെ നോക്കി കാണായി. എന്നിട്ട് കള്ളം ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പം നേരത്തെ ഒന്ന് എനിമിയാവുന്നു. നേരത്തെ ബംഗാളി കുമ്മി എനിമിയാവുന്നു നമ്മുടെ. അപ്പം നമ്മൾ അടുത്തവന് കൊല്ലാൻ വേണ്ടി പോയർക്കാണ്. നമ്മൾ ആർമറൊക്കെ റെഡിയാക്കുന്നുണ്ട്. എന്നാലാണ് പിടിച്ചേക്കാൻ പറ്റുക. അല്ലെങ്കിൽ അവിടെ കാലത്ത് തീരും. ഈ
സേളിൽ നല്ല ഫൈറ്റാണ് നടക്കും. ഇവിടെ ഒരു സീനുണ്ട് മോനെ ഗൈസ്, ഇവിടെ ഒരു സീനുണ്ട്. എൻ്റെ 1v4 ആയിരുന്നു. പക്ഷേ 4ാമത്തെ അടിക്കാനായിട്ട് ഞാൻ അങ്ങനെ ചത്തു. അപ്പോഴേക്കും ബംഗാളി റിവൈവേക്ക് ഞാൻ അവനും അടിച്ചു. അപ്പോൾ തന്നെ വന്നിട്ട് അടിച്ചു. ഇതാ 1v3 ആണ് ഇവിടെ. 1v2 ആയിരുന്നു. ആദ്യത്തെ വരത്തിൽ അടിച്ചു, പിന്നെ ഓറിയോട്ടു, പിന്നെ രണ്ടാമത്തേനെ അങ്ങനെ അടിച്ചു. എന്നിട്ട് ഡുവാൾട്ട് അവനെ ഫിനിഷ് ചെയ്തിട്ട് നേരെ ഒന്ന് ഓറിയോട്ടു, എന്നിട്ട് നേരെ മൂന്നാമത്തെ അങ്ങോട്ട് അടിച്ചു. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ എന്നിട്ട് ബാക്കിന്ന് എനിമി വരുന്നു. എന്തു വെച്ച് ഞാൻ ഹെൽത്തും ഇല്ല എന്നൊക്കെ ഈ ബംഗാളി വന്നിട്ട് നമ്മുടെ കിലുമാൻ വേണ്ടി വരുന്നത്. പക്ഷേ നമ്മളെ അങ്ങ് ഈ ബംഗാളീസ് ഒറ്റയ്ക്കാണ് പൊക്കാൻ പറഞ്ഞാലും പൊക്കണില്ല. എന്താണ് ദേഷ്യം കയറിയിട്ട് എന്തൊക്കെയോ വിളിച്ചു. നമ്മൾ പൊങ്ങി, അവസാനം നമ്മൾ പൊങ്ങി. എന്നിട്ടാ വെച്ചെങ്കിൽ നമ്മൾ ഹാമർക്ക് എടുത്ത് സെറ്റായി. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ 4ാമത്തെ കൊല്ലണം പറഞ്ഞിട്ട് ദേഷ്യം കയറിയിട്ട് അവിടെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ഇറങ്ങി പറഞ്ഞിട്ട് ഇറങ്ങി വേറെ ബംഗാളീസിക്ക് എന്നെ പൊക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ തലമണ്ടയിൽ കയറുന്നു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ചെങ്കിൽ ഗ്ലൂ വാൾ മെൽറ്റർ അങ്ങനെ ആരും എടുത്തു. എന്നിട്ട് വെച്ചാൽ നമ്മളെങ്കിൽ അവൻ്റെ ടീമിനെ വൈപ്പാക്കിയിട്ട് ഒരു ഇമോട്ട് അങ്ങനെ അടിച്ചു കൊടുത്തു. അല്ല പിന്നെ എന്തൊക്കെ കളി എന്നാണ് ഞാൻ കൊല്ലണേ. എന്നിട്ട് നമ്മൾ ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുക. എൻ്റെ ലൂട്ടൊക്കെ പറഞ്ഞിട്ട് എടുത്തോണ്ടിരിക്കുക. പക്ഷെ എൻ്റെ ഗ്രോസ് കാണുക എന്താണ് എൻ്റെ ഗ്രോസ് അവിടെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അവന് ഒരു ഹെഡ് അങ്ങോട്ട് കൊടുത്തതാണ്, പക്ഷേ ഫേക്കായിപ്പോയി. നിങ്ങൾക്ക് അത് കാണണ്ടാവില്ല. പക്ഷേ ഞാൻ അവന് ഒരു ഹെഡ് കൊടുത്തായിരുന്നു. അത് ഞാൻ സത്തില്ല. അപ്പോഴേക്കും നല്ല ഡാമ് എനിക്ക് അവർക്കാവും. നല്ല നല്ലോണം ഡാമ് അവൻ്റെ മാഗ് കഴിഞ്ഞു. അപ്പോഴേക്കും ഇതിൽ ഗ്ലൂ വാൾ ഇടാൻ പറ്റുന്നത് എന്ത് സുഖമായിരുന്നു, നല്ല സുഖം. അപ്പോഴേക്കും ഞാൻ ഓണത്തിലാണ്. അപ്പോൾ ഈ ബംഗാളി ഞാൻ എൻ്റെ ഗ്രോസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ആ ബംഗാളി ചത്തുഞ്ഞ് ഒറ്റ ഒരുത്തിനും കൂടിയാണ് ഇന്ന് ജസ്റ്റ് മിസ് പോയാ പോയത്. അത് നമ്മുടെ ടീമിലത്തെ ഒരുത്തൻ ചത്തു. അപ്പോഴേക്കും അവന് പൊക്കുന്നില്ല. അവനെ വെച്ചെങ്കിൽ പൊട്ടത്തരം കെട്ടി ഇന്നേമാതിരി. എവിടെ എനിമി പോലും എനിക്ക് അറിയുന്നില്ല. അവനെങ്ങനെ അടിച്ചാവോ? ഞാൻ ലാസ്റ്റ് മനസ്സിലാക്കി ആ ചോട്ടിലായിട്ടാണ് ഉള്ളത്. നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വാട്ടി കൂടുതൽ കില്ലെടുത്തതിന് നമ്മൾ ഹീറോയ്ക്കാണ് അവന് തീർത്തതിന് കളിച്ചതിന് അതിലാണ് 15 കില്ല് കിട്ടിയത്. എന്തായാലും ഇത്രയ്ക്കുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഇഷാൻ ഗെയിമിംഗ്.